ഷേരല്ല റോഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ചിത്രരഞ്ജന്റെ വീഡിയോ കാണാൻ അതേ മലയാളം അല്ലേ? ചെറുതായിട്ട് അടിച്ചാലോ ഞാൻ നാട്ടിൽ എങ്ങനത്തെ സ്ഥലം കണ്ടിട്ടുള്ളൂ. അപ്പുറം ഇപ്പുറം വീടും കുഞ്ഞു വഴിയും ബാക്കില് മലനിരകളും. ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് സ്വർഗം. വലിയ മോശം വരില്ല. 60-നൊക്കെ പേടിയായിട്ട് പാടില്ല. ഒന്നാമത് തന്നെ അവിടെ മാപ്പ് നോക്കാൻ നിന്ന ആളോട് പാത്തു വഴിയൊക്കെ ചോദിച്ച എല്ലാം മനസ്സിലാക്കിയിട്ട് നേരെ നടന്നാൽ എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും ലേക്കിലേക്ക് പോണു, ഞങ്ങൾ വാട്ടർഫോളിലേക്ക്. എന്തായാലും നനയെന്ന് തോന്നുന്നു അല്ലേ? ഒന്ന് പൊടിയുള്ളൂ. ചുമ്മാ അവിടെ വെള്ളം വന്നു. താഴേന്ന് ഏകദേശം ഒരു മണിക്കൂറോളം നടന്നാലാണ് മേളിൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുള്ളൂ എന്നാണ് മാപ്പിൽ കാണിച്ചാർന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് 2 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിരിക്കണം. പൊളി. ഫൈനലി നമ്മൾ എത്തിയിട്ടോ. അന്ന് വൈകുന്നേരത്തേക്ക് ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ടായി. അതാണിപ്പോൾ കാണുന്നത്. ഇത് ലോക വിറ്റ് നമ്മൾ അപ്പിടുമ്പോൾ രണ്ടാമത്തെ മുഴുവൻ ഇവിടെ പോകും. എന്നിട്ടോ അപ്പിട്ട് കഴിഞ്ഞിട്ട് ഈ പൊടി വാരി എൻ്റെ വെള്ളമൊക്കെ ഇടും. പൂച്ചയൊക്കെ അപ്പിടും പോലെ. ഇവിടെ ആരാണ്ട് ഓൾറെഡി കുളിക്കണ്ടെന്ന് തോന്നുന്നു. ഗ്ലാസ്സൊക്കെ പിന്നെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇതും. ബെഡും കാര്യങ്ങളും. ചൂടാണെങ്കിൽ പൊള്ളൂട്ടോ. അമ്മമാരെ ഇത്ര അടുത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കഴിയത് കുറച്ചുകൂടി വീഡിയോ ഒരു പ്രത്യേക സൈസാണ്. നോക്കി പോകാനാ. ഇതവിടുത്തെ ലേക്കാണ്. ഈ ലേക്കിൻ്റെ ചുറ്റുമുള്ള നടപ്പാതയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ലേക്കിൽ നോർമലി ആൾക്കാർക്ക് കുളിക്കാം, സ്വിം ചെയ്യാം, മീൻ പിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ആൽഗ ഉള്ളതാണ് കുളിക്കുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയതൊരു വില്ലേജിലേക്കാണ്. ഒരു പഴയ വില്ലേജ്, പഴയ ഒരു ഇംഗ്ലീഷ് വില്ലേജ്.
നല്ല രസമാണ് മൊത്തം കാണാനൊക്കെ ആയിട്ട്. ചെറിയൊരു നടുക്കൊരു കുളവും, ആ കുളത്തിൽ അത്യാവശ്യം താറാവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ക്വയറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വയറ്റ് സ്ഥലം. അത്രയ്ക്കും ഒരു മനുഷ്യനും മാഞ്ചാതി ഇല്ലാത്തൊരു സ്ഥലം. അവിടുത്തെ കുറച്ച് തനത് ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ അരുവിയുടെ പേരിൽ തന്നെയാണ് ഈ സ്ഥലത്തിന് പേര് വന്നത്. പിന്നെ 11-ാം നൂറ്റാണ്ടിൽ 12-ാം നൂറ്റാണ്ടിൽ എങ്ങാണ്ട് ഒരു പള്ളിയുണ്ട്. ഈ പഴയ നോർമൻ ശൈലിയിലൊക്കെയാണ് ആ പള്ളി ഉണ്ടാക്കിയേക്കണ പോലും. ഉള്ളിലേക്ക് കാണാനൊക്കെ നല്ല ശേലാണ്. തൊട്ടടുത്ത് തന്നെ ഒരു അമ്മച്ചി ഞങ്ങളെ കൊണ്ടുവന്ന് ഉള്ളൊക്കെ കാണിച്ചു. പിന്നെ ഒരു പഴയ ഒരു മില്ലിലേക്കാണ് പോയത്. മില്ല് പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണത്. പക്ഷേ ഇപ്പോൾ അതൊരു റെസ്റ്റോറൻ്റാണ്. അതിപ്പോൾ 17-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഈ റെസ്റ്റോറൻ്റ് അല്ല, മില്ല് നടത്തുന്നത്. പിന്നെ 19-ാം നൂറ്റാണ്ടിൽ ഇത് റെസ്റ്റോറൻ്റായിട്ട് മാറി. അങ്ങനെയൊക്കെ അവിടെ ഇപ്പോൾ തനതായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഇറച്ചി, മീൻ, ബട്ടർ, പാല് ഇതൊക്കെയാണ് അവിടെയുള്ള ഭക്ഷണം. ആൾക്കാർ കഴിക്കുന്നതും എല്ലാം തന്നെ സെറ്റപ്പാണ് മൊത്തത്തിൽ. ടോട്ടലി ഒരു പഴമയും എല്ലാവിടെയും ചേർന്നിട്ട് ഭയങ്കര ഒരു ഫീലായിരിക്കും നമുക്ക് അവിടെ മൊത്തത്തിൽ. ആ ഗ്രാമത്തിലാണെങ്കിൽ അവിടെ പഴയ ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ കാരണവന്മാർ മാത്രം. അവിടുത്തെ പിള്ളേരും ആൾക്കാരും ഒക്കെ പുറത്തേക്ക് പോയി. അവർക്ക് ഈ ഇവരുടെ പഴയ ആശയങ്ങളും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാണ്ട് അവരവരുടെ വഴിക്ക് പോയേക്കുവാണെന്നാണ് കാരണവന്മാർ പറഞ്ഞത്. എന്ത് ചെയ്യാൻ. പണ്ട് ഇന്ത്യയിലേക്ക് വരാൻ കയറ്റുമതി ഉണ്ടായിരുന്ന, ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു കയറ്റുമതി ഉണ്ടായിരുന്ന ഒരു മില്ലിലേക്കാണ് അടുത്തത് ഇപ്പോൾ പോണത്. ഈ മില്ലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ബോബിൻസ്, ചെറിയ മരക്കഷ്ണങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ മില്ല് നിൽക്കുന്നതിൻ്റെ ചുറ്റുമുള്ള ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് സെറ്റപ്പും പ്രകൃതിയാണ് കാണുന്നത്. നല്ല ശേലാണ് കാണാനായിട്ട്. നമ്മുടെ സമ്മറിൽ വന്നെങ്കിൽ ആണെന്നറിയില്ല, പ്രകൃതി അടിപൊളിയാണ്. ഈ മില്ലിൻ്റെയൊക്കെ പോണ വഴിയുടെ അവിടെയുള്ള അരുവിയാണ് ഈ കാണുന്നത്. നമ്മൾ നോർമലി അത്യാവശ്യം പ്രകൃതി വൈബ് ഉള്ളതുകൊണ്ട് കണ്ടപ്പോൾ നല്ല ഫീലായിരുന്നു. ഞങ്ങൾ ഈ പോണ സ്ഥലത്തിൻ്റെ പേരാണ് ഹൗക്ക്. ബോബിൻ മില്ലെന്നാണ് ഇത് അറിയപ്പെടുന്നത്. പഴയൊരു മില്ലാണ് കാര്യം പറഞ്ഞു. ഇവിടെ പണ്ട് സൂക്ഷിച്ചിറങ്ങിയ കേട്ടോ ഭാഗത്ത്. ഇവിടെ പണ്ട് 1950s ഈ മില്ല് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്തേ ഇവിടെ ലോക്കൽ 2 കമിതാക്കൾ വന്ന് അവരുടെ പ്രൈവറ്റ് ടൈം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇവർ പ്രൈവറ്റ് ടൈമിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് തണുപ്പിൻ്റെ ഭാഗമായിട്ട് ഇവരൊരു തീ കൂട്ടി. നിങ്ങൾക്കറിയാമല്ലോ യൂറോപ്യൻസൊക്കെ തീ കൂട്ടണ പരിപാടി. അങ്ങനെ തീ കൂട്ടിയതിൻ്റെ ഭാഗമായിട്ട് മില്ലിന് തീ കയറി പിടിച്ചു. എന്നിട്ടോ അവർ ഇത് മൂടി വെച്ചു, ആരും അറിയിക്കാതിരിക്കാൻ. അതിൻ്റെ ഒരു പ്രശ്നം അത് ആ മില്ല് കത്തിപ്പോയതിനൊക്കെ അവരുടെ പ്രശ്നം, അവർ തമ്മിലുള്ള ബന്ധം നാട്ടുകാരെ അറിയാതിരിക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള പിള്ളേർക്കുള്ള പേടി തന്നെയായിരുന്നു പണ്ടത്തെ കാലത്ത് ഇവിടെ ഉള്ളവർക്കും. നമ്മൾ പറയും യൂറോപ്യൻസ് ഇച്ചിരിയുടെ അപ്ഗ്രേഡാണ്, അവർക്ക് അവരുടെ ഇഷ്ടം പോലെയാണെന്നൊക്കെ. പക്ഷെ പണ്ടങ്ങനെയൊന്നും അല്ലായിരുന്നു, അവരും അപ്ഗ്രേഡ് ആയതാണ്. സോ പറഞ്ഞു വരുമ്പോൾ സാധനം കത്തിപ്പോയി. അവസാനം ഇതിപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടേ, ഇജാതി അറ്റ്മോസ്ഫിയർ ഇല്ലാന്ന്. എൻ്റെ മോളെ എന്നെ പേടിപ്പിച്ചു. പിന്നെ അവരത് പുതുക്കി പണിതോ ഇല്ല. കാരണല്ലേ പറഞ്ഞ തീ പിടിച്ച് സാധനം കത്തിപ്പോയി. അതുവരെ യൂസ്ഡ് ആയിരുന്നു ഇതെല്ലാം. നമ്മുടെ നാട്ടിലെ പുരാവസ്തു വകുപ്പ് എന്ന് പറയൂലേ, നമ്മുടെ മ്യൂസിയങ്ങളും മറ്റതൊക്കെ സൂക്ഷിക്കുന്ന, അതുപോലെ ഇവരുടെ ഹെറിറ്റേജ് എന്ന് പറയും. ഹെറിറ്റേജ്, ഇംഗ്ലീഷ് ഹെറിറ്റേജ് വില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു ഇതിൻ്റെ കീഴിലാണ് ഇതുള്ളത്. പക്ഷെ ഇതിവിടെ കാണാനായിട്ട് അത്ര ക്ലീനോ നീറ്റൊന്നും അല്ലിട്ട് തോന്നിയില്ല. അവരത്ര ഉഷാറായിട്ട് നോക്കുന്നുണ്ടെന്നൊന്നും. ഇതിപ്പം നിലവിലുള്ളത് ലേക്ക് നാഷണൽ പാർക്കിൻ്റെ കീഴിലാണുള്ളത്. പക്ഷെ സംഭവം പറക്കത്താണ്. അങ്ങനെ 2 ഡേയും 1 നൈറ്റും അടങ്ങുന്ന ലൈറ്റ് യാത്ര അവസാനിച്ചു. മറ്റൊരിക്കൽ വീണ്ടും കാണാം.